ഈ വീട് കുറേ കാലമായിട്ട് പൂട്ടിക്കിടക്കായിരുന്നില്ലേ? ഇവിടെ നിന്ന് ഇനി അമ്മയുടെ വിരലടയാളം കിട്ടി. അങ്ങനെയാ എനിക്കിപ്പോൾ തോന്നുന്നത്. ഇനി അഥവാ കിട്ടിയാലോ, അതിന് കൃത്യതയുണ്ടാവുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്താ സർ, സാറിന് മടുപ്പായോ? അതല്ലടോ, വലിയ പ്രതീക്ഷയോടെ വന്നിട്ട് ഇപ്പോ സർ, സാറിൻ്റെ മനസ്സ് തളരരുത്. നമുക്ക് ദേവമ്മയുടെ വിരലടയാളം കിട്ടും. എത്രയും പെട്ടെന്ന് തന്നെ അതിവിടെ നിന്ന് കിട്ടും. അപ്പോ അതുപോലെ ഗായത്രി ദേവിയും വിരലടയാളം പതിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെന്റില് ഗായത്രി ദേവിയുടെ വിരലടയാളം ഉണ്ടായിരിക്കും. അല്ല, ഈ വിരലടയാളം ഉപയോഗിച്ച് വിശാൽ എങ്ങനെയാ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്? അതറിയണം. എങ്കിൽ മാത്രമേ അടുത്തതെന്തെങ്കിലും ചെയ്യാനാവൂ. ചേച്ചി, എന്താ പ്രതാപ? ചേച്ചി, അവിടെ അവര് ഗായത്രി ദേവിയുടെ വിരലടയാളം തിരയുക. ഒരു ഭാഗത്ത് വിശാലും പാർവതിയും, മറുഭാഗത്ത് ഗാർഗിയും തിരയുന്നു. ഞാൻ അയച്ചിട്ട് കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. അവരത് കണ്ടുപിടിക്കുക ചേച്ചി. കണ്ടുപിടിച്ച പണിയാവൂല്ലോ. ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാവുക. എടാ, എനിക്കതിലൊരു ടെൻഷനോ പേടിയോ ഒന്നുമില്ല. അവരത് കണ്ടുപിടിച്ചോട്ടെ. വിശാലോ പാർവതിയോ ഗാർഗിയോ ആര് വേണമെങ്കിലും കണ്ടുപിടിച്ചോട്ടെ. ഞാൻ അവരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വിരലടയാളം കിട്ടിയാൽ അതെങ്ങനെ നശിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഈയിടെയായിട്ട് രാത്രി എനിക്ക് വല്ലാത്തൊരു പേടി അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ ചില അസ്വസ്ഥതകൾ എനിക്കുണ്ട്. ആന്നും കാര്യമാക്കണ്ട. എടാ പ്രതാപ, നമ്മൾ എത്ര കാലം ഇങ്ങനെ ഭയന്ന് ജീവിക്കൂടാ? ചേച്ചി, ഇത് ഗായത്രി ദേവിയുടെ വീടല്ലേ? അതിന് അല്ല, നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ടോ നമുക്കിപ്പോൾ പേടി? നമ്മൾ ഇവിടെ കഴിയുമ്പോൾ നമുക്ക് ഗായത്രി ദേവിയെ കുറിച്ച് അവരെ കൊന്നതിനെ കുറിച്ചൊക്കെ ഓർമ്മ വരും. ചേച്ചി, ചേച്ചി ഇപ്പൊ എന്തിനാ എന്നെ തല്ലിയേ? എടാ, പരിസരം നോക്കാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞോ. ദേ, അങ്ങനെ ചെയ്താ നമുക്കുള്ള കുഴി നമ്മൾ തന്നെ കുത്തുന്നത് പോലെ ഇരിക്കും. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല ചേച്ചി. പ്രതാപ, ബി കെയർഫുൾ. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ചെവി അറിയാതെ ശ്രദ്ധിക്കണം നീ. നമ്മുടെ സംസാരം പുറത്താരും അറിയരുത്. ആരും അത് കേൾക്കരുത്. ഞാനെല്ലാം കേട്ടു. കൊല്ലാനിങ്ങ വാ, ഞാൻ നിന്ന് തരാം. പ്രതാപ, പന പോലെ വളർന്നില്ലേ, എന്നിട്ടും ചേച്ചിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ നാളമില്ലേ? അതിനു വേണ്ടി എന്ത് തെറ്റാ നീ ചെയ്തത്? എന്തായാലും വല്ലാത്ത കഷ്ടമായി പോയി. അടിയുടെ ശബ്ദം കേട്ട് എന്റെ ചെകിട് പൊളിഞ്ഞു പോയി. ശരി ശരി, നിങ്ങളുടെ രഹസ്യ സംഭാഷണം നടക്കട്ടെ. പ്രതാപ, നമ്മൾ പറഞ്ഞത് മുഴുവൻ അവൻ കേട്ടു കാണുമോ? ഏയ്, മുഴുവൻ കേൾക്കാൻ സാധ്യതയില്ല. കേട്ടാലേ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവനതെല്ലാം പോയി പാർവതിയോട് വിളമ്പും. എന്താണ് വിഷയം? കുറേ ദിവസങ്ങളായി
ഒരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. സാറ് സുഖമില്ലാതെ കിടപ്പിലായിരുന്നതുകൊണ്ടാണ് അവിടെ വന്ന് ഇത് പറയാൻ കഴിയാതിരുന്നത്. ഇനി പറയാലോ, പറഞ്ഞോളൂ. ഗായത്രി അമ്മ ജീവിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കുറെ സ്ഥലം അനുവദിച്ചു തന്നിരുന്നു. അതെനിക്കറിയാം. എന്നാ ആ വസ്തുക്കളൊന്നും ഞങ്ങളുടെ കൈവശമില്ല. എന്തുപറ്റി? അതൊക്കെ വേറെ ചില ആൾക്കാർ കൈയടക്കി വെച്ചിരിക്കുക. ആരാ അവര്? എന്തിനും പോകുന്ന കുറെ കൂട്ടങ്ങള്. അല്ല, ഇപ്പൊ എന്ത് വേണമെന്നാ പറയുന്നത്? ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ചു തന്നാൽ ഇവർക്കൊക്കെ അവിടെ എന്തെങ്കിലും കൃഷി ചെയ്ത് ഗായത്രി അമ്മയുടെ ആഗ്രഹം പോലെ സ്വസ്ഥമായി കഴിഞ്ഞുകൂടാമായിരുന്നു. ഇതിലിപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക വെച്ചാ നമുക്ക് പോലീസിന് ഇടപെടുത്തിയാലോ? ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടതാ. പക്ഷെ അന്നേരം അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഈ വസ്തുക്കളൊക്കെ വാക്കാലല്ലേ ഗായത്രിയമ്മ നമുക്ക് തന്നത്. ഇതൊന്നും ഞങ്ങളുടെ പേരിൽ എഴുതി തന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ ഇടപെടാൻ പറ്റില്ലെന്നാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദേവമ്മ ഇവർക്ക് വാക്കാൽ കൊടുത്ത സ്ഥലം നമുക്ക് ഇവരുടെ പേരിൽ എഴുതി കൊടുക്കാം. വസ്തു ഇവരുടെ പേരിലായാൽ പിന്നെ ആർക്കും അത് കൈവശപ്പെടുത്താൻ പറ്റില്ലല്ലോ. അതുകൊള്ളാം. ഇത് നല്ലൊരു തീരുമാനമാണ്. എടാ, ഇവർക്ക് ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാന്ന് വെച്ചാ അത് ബുദ്ധിമോശമല്ലേ? പണ്ട് കാലത്ത് ഇവരുടെ കഷ്ടപ്പാടുകൾ കണ്ടപ്പോ കൃഷി ചെയ്ത് ഉപജീവനം നടത്തിക്കോട്ടെ എന്ന് കരുതി ഗായത്രി ചേച്ചി കൊടുത്ത വസ്തുക്കളല്ലേ അത്? ഗായത്രി ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് അന്ന് അത് ഉപയോഗിക്കാൻ പറഞ്ഞു എന്ന് കരുതി ഇന്ന് ആ ഭൂമിയൊക്കെ ഇവരുടെ പേരിൽ എന്തിനാ എഴുതി കൊടുക്കുന്നേ? പ്രഭാവതി, ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഗോപിയേട്ടാ. ഇവര് കൈമോശം വരുമെന്ന് പറയുന്ന വസ്തുക്കൾക്ക് ഇപ്പോഴേ കോടിക്കണക്കിന് രൂപ വിലയാ. അത്രയും വിലപിടിപ്പുള്ള വസ്തു സൗജന്യമായിട്ട് ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണോ? പ്രഭാവതി, ഈ പറയുന്ന വസ്തുക്കളൊക്കെ ഗായത്രിക്ക് അവളുടെ അമ്മ നൽകിയതാ. ആ വസ്തു എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള അവകാശവും അന്ന് ഗായത്രിക്ക് അവളുടെ അമ്മ കൊടുത്തിരുന്നു. അതവളുടെ ഇഷ്ടാനുസരണം ഇവർക്ക് നൽകി. ഒരു രൂപ പോലും മോഹിച്ചിട്ടല്ല ഗായത്രി അത് ചെയ്തത്. പിന്നീട് എപ്പോഴെങ്കിലും ഇവരുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിക്കൊള്ളാമെന്ന ധാരണയൊന്നും ഗായത്രിക്ക് ഇല്ലായിരുന്നു. ഗായത്രി ഇവർക്ക് കൊടുത്ത വസ്തു അത് ഇവർക്കുള്ളത് തന്നെയാണ്. അതാണ് ഗായത്രി ഇവർക്ക് കൊടുത്തിരിക്കുന്ന വാക്ക്. ആ
ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അത് തെറ്റിച്ചാൽ അത് ഗായത്രിയുടെ ആത്മാവിന് വിഷമമാവും. അതുകൊണ്ട് പാർവതി പറഞ്ഞു തന്നെയാണ് ശരി. വസ്തുക്കൾ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടത് നമ്മുടെ കടമയാ. എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ നടക്കണം. ആ എങ്കിൽ മാത്രമേ അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമുള്ളൂ. നമ്മളെ പോലെ തന്നെ ദേവമ്മ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഇവരും വിശ്വസിക്കുക. ആ വിശ്വാസം നമ്മളായിട്ട് നശിപ്പിക്കരുത്. ആ ശരിയാ, അമ്മയെ ഇപ്പോഴും ദൈവത്തെ പോലെയാ ഇവരൊക്കെ കരുതുന്നത്. അങ്ങനെ ഇവർ കരുതുന്നുണ്ടെങ്കിൽ അതിന് കാരണം അമ്മയുടെ നല്ല മനസ്സാ. വാക്ക് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റിക്കാത്ത ആളായിരുന്നു അമ്മ. ആ അമ്മ ഇവർക്ക് കൊടുത്ത വാക്ക് നമ്മളായിട്ട് തെറ്റിക്കാൻ പാടില്ല. പാർവതി പറഞ്ഞതുപോലെ ആ വസ്തുക്കൾ നമുക്ക് ഇവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. അതല്ലേ അമ്മേ വേണ്ടത്? നിന്റെ അഭിപ്രായം അതാണെങ്കിൽ ഞാൻ ഇനി എന്ത് പറയാനാ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ആ വസ്തുക്കളൊക്കെ കൈവിടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സാരമില്ല, ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നടക്കട്ടെ. പ്രതാപ, നിങ്ങൾക്ക് സന്തോഷായില്ലേ? സന്തോഷം. അതെങ്ങനെ പറയണോന്നറിയില്ല. ഗായത്രി അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അത് തന്നെയായിരിക്കും അമ്മയുടെയും തീരുമാനം. ഇത് നമ്മുടെ ഗായത്രി അമ്മ തന്നെയാണ്. രജിസ്ട്രേഷൻ ഏറ്റവും അടുത്ത ദിവസം തന്നെ നടത്താം. ആ ആ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. ശരി സാർ, വളരെ വളരെ നന്ദി. നന്ദി അമ്മ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി. ഓഹോ, ഇവൻ ഇപ്പോഴും തിരച്ചിൽ നിർത്തിയിട്ടില്ല അല്ലേ? അപ്പൊ ഇവനും ഇവളും കൂടി
ഗായത്രിയുടെ വിരലടയാളം കണ്ടുപിടിച്ചിട്ടേ അടങ്ങൂ. ആ ശ്രമം ഉപേക്ഷിക്കാനുള്ള ഭാവമൊന്നും കാണുന്നില്ല. ആ മോനെ വിശാൽ, എന്താ മോനെ, എന്താ നീ ഇത്ര കാര്യമായിട്ട് തിരയുന്നേ? എന്തോ വലിയ അന്വേഷണത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ അമ്മേ, ഞാൻ ഗായത്രി അമ്മയുടെ വിരലടയാളം തിരയുക. നമ്മുടെ ആ മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അമ്മയുടെ വിരലടയാളം ഉണ്ടെങ്കിലല്ലേ സാധിക്കൂ. നമ്മുടെ ഓഫീസിലും വീട്ടിലും ഒന്നും വിരലടയാളം ഇല്ല. ഇവിടെ ചിലപ്പോൾ അത് കണ്ടെന്ന് വരും. അത് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അല്ല, ഇവിടെ നിന്ന് അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഒരുപാട് കാലം അമ്മ താമസിച്ചിരുന്ന വീടല്ലേ ഇത്. ഇവിടെ നിന്ന് ഒരു വിരലടയാളമെങ്കിലും കിട്ടാതിരിക്കില്ല. പക്ഷേ പഴയ വിരലടയാളം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോ? പിന്നെന്താ, അത് ക്ലിയർ ആയിരിക്കണം. എവിടെ നിന്നെങ്കിലും ഞാൻ ആ വിരലടയാളം കണ്ടെത്തിയിരിക്കും. അത് കിട്ടിയിട്ട് വേണം മാജിക് ബോക്സിനുള്ളിലെ മെമ്മറി കാർഡിനുള്ളിൽ എന്താണെന്ന് കണ്ടെത്താൻ. ശേഖരമേനോൻ പറഞ്ഞത് അമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ തെളിവുകൾ അതിനുള്ളിലുണ്ടെന്നാണ്. എനിക്കും അങ്ങനെ തോന്നുന്നു. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മാജിക് ബോക്സ് തുറന്ന് അമ്മയുടെ കൊലയാളി ആരാണെന്ന് അറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എവിടെ മറഞ്ഞിരുന്നാൽ അവരെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. അമ്മയുടെ മരണത്തിന് ഉത്തരവാദികൾ ആരായിരുന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അമ്മ അനുഭവിച്ചതിന് ഇരട്ടിക്കിരട്ടിയായി നരകവേദന അവരെ ഞാൻ അനുഭവിപ്പിച്ചിരിക്കും. ഇഞ്ചിഞ്ചായി കൊല്ലും ഞാൻ അവരെ. വിരലടയാളം കണ്ടുപിടിച്ച് അവൻ മാജിക് ബോക്സിൽ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യുമോ? അതവൻ ഓപ്പൺ ചെയ്യരുത്. വിരലടയാളത്തിന് പിന്നാലെയുള്ള വിശാലിന്റെയും പാർവതിയുടെയും തെരച്ചിൽ തടയണം. അത് തടയാൻ എന്താ ഒരു മാർഗം? ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു ഓർമ്മയാണ്. മഞ്ഞളിൽ പതിച്ച ഈ കൈയടയാളം പോലെ കാലങ്ങളോളം മായാതെ ഇത് നിലനിൽക്കും. ഇത് പാർവതിക്ക് അവളുടെ പിറന്നാൾ സമ്മാനമായിട്ട് ഞാൻ കൊടുക്കും. അതെന്താ സർ? സാർ എന്തേ മറച്ചു പിടിച്ചിരിക്കുന്നത്? അതൊക്കെ ഉണ്ട്. എന്താ സർ? അതെന്താണെന്നൊന്ന് പറയേ. അതെ, ഇപ്പം പറയാൻ പറ്റില്ല. അതെന്താ ഇപ്പൊ പറഞ്ഞ? എടോ, ഇത് തനിക്ക് വേണ്ടി ഞാൻ കാത്തു വച്ചിരിക്കുന്ന സർപ്രൈസാ. ഇപ്പൊ അത് കാണിച്ചാൽ സർപ്രൈസ് പൊളിയില്ലേ? സർപ്രൈസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇതിപ്പോ എനിക്ക് കാണണം. ഇതെന്താണെന്നൊന്ന് അറിയണമല്ലോ. സർ, എന്തത്? അത് ഞാൻ പിന്നെ പറയാം. സർ, സർ,
അയ്യടാ അയ്യടാ മോനെ, മോന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഏതായാലും ആ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. ദേ അവിടെ അത്താഴത്തിന് വേണ്ടി എല്ലാരും കാത്തിരിക്കുക. സാർ വേഗം വന്നേ. തിരുമേനി, ഈ പൂജയുടെ പ്രത്യേകത എന്താ? മോളെ, ഗായത്രി ദേവി ഉദയന്നൂരമ്മയുടെ വലിയ ഭക്തയായിരുന്നു. നിത്യവും ദേവി ഉപാസിക്കുന്ന ഇഷ്ട വഴിപാടുകൾ ദേവിക്ക് നേദിക്കുന്ന ഭക്ത. അതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹം ഗായത്രി ദേവിക്ക് വേണ്ടുവോളം ഉണ്ടായിരുന്നു. എന്നുവച്ചാൽ ഗായത്രി ദേവി വിളിച്ചാൽ വിളിപ്പുറത്താണ് ഉദയന്നൂരമ്മ. ആ ഗായത്രി ദേവിക്ക് ഒരകാല മരണം ഒരിക്കലും സംഭവിക്കാൻ പാടുള്ളതല്ല.